നമുക്ക് കിരണിന്റെ കല്യാണിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തില് കിരണ് വല്ലാതിരുന്ന് പൊട്ടിക്കരയുന്നടുപ്പം ബൈജുവിനും രതീഷിനും ഒന്നും സഹിച്ചില്ല. ഒടുവിൽ രതീഷ് കിരണിനോട് പറഞ്ഞു, എന്തേ കിരണിലെ ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ അകത്ത് കൊണ്ടുപോയി ഇരുത്തുവാണ്. കാരണം കിരണിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് നല്ല സങ്കടമായിരുന്നു. ഈ സമയത്ത് പുറത്തേക്ക് വന്ന് രതീഷിനോട് ബൈജു പറഞ്ഞു, എങ്ങനെ താങ്ങാൻ പറ്റും, എനിക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല. ശരിക്കും ഈ കുടുംബത്തിന്റെ ഒരു തകർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്നെയും ബാധിക്കുന്ന കാര്യമാണ്. ഞാൻ എങ്ങനെ നടന്നവനാണെന്നറിയാവോ. ഈ കുടുംബത്തിലുള്ള കിരൺ സാറും എന്തേ കല്യാണിയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഇന്ന് ഈ നിലയിലെത്താൻ പറ്റില്ലായിരുന്നു. എൻ്റെ ജീവിതം എങ്ങനെയായി തീർന്നാനോ. അതുപോലെ തന്നെ ദീപേച്ചി എനിക്ക് അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ശരിക്കും ഒരു അമ്മയെപ്പോലെ തന്നെയായിരുന്നു. അങ്ങനെയുള്ള ആ ദീപേച്ചി ഉള്ളിൽ കിടക്കണമെന്ന് ഓർക്കുമ്പോൾ എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഗംഗാപ്രസാദൻ എൻ്റെ ഇപ്പൊ കൈ കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ അവനെ തീർത്താനും. കൈ കിട്ടും ഉറപ്പായിട്ടും. അവനെ പോലെ ദുഷ്ടനെ കൊന്നിട്ട് ജയിലിൽ പോകാനും എനിക്ക് സമ്മതം. ഒരു തെറ്റും ചെയ്യാത്ത ആ ദീപേച്ചിന് മേലല്ലേ അവൻ അങ്ങനെ ചെയ്തു വെച്ചത്. അപ്പോഴേക്കും രതീഷ് പറഞ്ഞു, എൻ്റെ അവസ്ഥയൊന്ന് ഓർത്തു നോക്കിയേ. ശരിക്കും ഞാൻ ഈ പറയുന്ന കിരൺ സാറിനും കല്യാണിക്കൊക്കെ എതിരായിട്ട് നടന്നവനാ. അവരെയൊക്കെ ഞാൻ കുറെ ദ്രോഹിക്കാനായിട്ട് എന്തേ പ്രകാശനോടൊപ്പം എൻ്റെ അമ്മായച്ചനോടൊപ്പം കൂട്ടു നിന്നിട്ടുണ്ട്. പക്ഷെ പിന്നീടാണ് എനിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടെ. ഞാൻ ഈ കമ്പനി കയറിയതിന് ശേഷമാണ് എൻ്റെ വീട്ടിലൊരു ഉയർച്ച ഉണ്ടാകുന്നത്. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് പോലും വാങ്ങിച്ചു തന്നെ ഈ പറയുന്ന കിരൺ സാറും കല്യാണി എല്ലാം ചേർന്നിട്ടാ. അവരില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ ആകത്തില്ലായിരുന്നു. ഒരിക്കലും ഞാൻ ഈ പൊസിഷനിൽ എത്തില്ലായിരുന്നു. അപ്പോഴേക്കും ബൈജു പറഞ്ഞു, അതെ, ഒത്തിരി ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് നമ്മൾ ഉൾപ്പെടെ. പക്ഷെ ആ കുടുംബത്തിന് ദുരന്തം വന്നു കഴിയുമ്പം നമുക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും അവനെ കൈ കിട്ടാൻ തീർത്ത് കളയണം. അത് മാത്രം എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ആഗ്രഹമുള്ളൂ. അതൊക്കെ പറഞ്ഞിട്ട് ബൈജു ദേഷ്യപ്പെടുവാണ്. ബൈജുവിനും രതീഷിനും എന്ന് വേണ്ട ആർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ലത്. ആ സമയത്ത് പ്രകാശിന് വല്ലാത്തൊരു ടെൻഷനില്ല. പ്രകാശിന്റെ അടുത്തേക്ക് ബൈജു രതീഷും ചെന്നു. പ്രകാശിനെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അവർക്ക് പോലും അറിയത്തില്ല. അപ്പം രതീഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശൻ പറഞ്ഞു, ആ മക്കളോ ബാ വന്ന് ഇവിടെ ഇരിക്കാനൊക്കെ പറയാണ്. എടാ ദീപനെ കണ്ടില്ലേ നിങ്ങള്, പാപം, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലടാ. തെറ്റ് ചെയ്ത മൊത്തം ഞാനാ. അല്ല, നിന്നോടൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാനാ ഇതെല്ലാം ചെയ്തു കൂട്ടി വെച്ചത്. ഒടുവില് വിധി അവൾക്കെതിരായി. അവള് പാവാടാ. അവൾ അതിന് മാത്രം തെറ്റൊന്നും ചെയ്യാതെ അവള് പോയേക്കുന്നേ. അവസാനം എൻ്റെ കൈ പിടിച്ചോണ്ടാ. അതെനിക്കിപ്പോ ഓർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കയ്യിലേക്ക് ഇങ്ങനെ നോക്കുവാണ്. എൻ്റെ കൈ പിടിച്ചോണ്ട് കണ്ണടച്ചു. എല്ലാരും നോക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു അവള് മരിക്കുമെന്നുള്ള. ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് ഓർത്താ ഞാനിരുന്നേ. നിനക്കൊക്കെ അറിയാലോ, കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് അവളോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഞാൻ അവളെ അത്ര സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കില് ആദ്യം ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. വലിയ കുഴപ്പമില്ലായിരുന്നു എനിക്ക്. പക്ഷെ വീണ്ടും പെൺകുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ തന്നെ എനിക്ക് അവളെ കണ്ണെടുത്താൽ കാണത്തില്ലാതായി. ഞാൻ അവളെ അത്രമാത്രം വെറുത്തു, അത്രമാത്രം ദ്രോഹിച്ചു. പിന്നീട് അവളുടെ ജീവിതം നരക തുല്യമായിരുന്നു. അവള് ഭർത്താവിന്റെ സ്നേഹം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. ആ സമയത്തൊക്കെ കല്യാണി മോളെ അവള് എങ്ങനെയാന്ന് നോക്കിയെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ശരിക്കും ഒരമ്മയെന്ന നിലയിൽ അവള് ശരിക്കും കിടന്ന് പെടാപ്പാട് വിടുമായിരുന്നു. പിന്നീട് കിരൺ മോൻ കല്യാണി മോളെ കല്യാണം കഴിച്ചതിന് ശേഷം അവള് സന്തോഷ സുഖം എന്തെന്ന് അറിയണേ. അതുവരെ അവളുടെ ജീവിതം, കല്യാണിയുടെയൊക്കെ ജീവിതം നരകതുല്യമായിരുന്നു. അതിനുള്ള ശിക്ഷ ദൈവം എനിക്കാ തരണ്ടേ. പാവം, എന്നിട്ട് അവൾക്ക് കൊടുത്തല്ലോ. ഇതിന് മാത്രം എന്ത് തെറ്റാ അവള് ചെയ്തേ. ഞാൻ ദൈവത്തോട് പറയുന്ന അതാ, എന്നെപ്പോലെ ക്രൂരനെ അങ്ങോട്ട് വിളിച്ചോ. ആ സമയം ബൈജു പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് കരഞ്ഞിട്ട് കാര്യമില്ല പ്രകാശേട്ടാ. വിഷമിക്കാതിരിക്കുക, ധൈര്യമായിട്ടിരിക്കുക. എന്തിനാ ഇങ്ങനെ കിടന്ന് സങ്കടപ്പെടുന്നേ, കരയേണ്ട കാര്യമില്ല. രതീഷ് പറഞ്ഞു, അല്ല അവൻ വരുവോ ആ വിക്രം? അവൻ വരുവോ വരാതിരിക്കുവോ? വന്നാലും അവന്റെ ദുഷ്ടത്തിന് എനിക്ക് നന്നായിട്ടറിയാം. ഞാനും എൻ്റെ അമ്മയൊക്കെ മാറി. പക്ഷേങ്കിൽ അവൻ മാത്രം മാറാനായിട്ട് ഇതുവരെയായിട്ടും തയ്യാറായിട്ടില്ല. അവൻ മാത്രം മാറിയിട്ടുമില്ല. എന്തൊക്കെ കള്ളത്തരങ്ങൾ അവൻ പറഞ്ഞ്. ശരിക്കും അന്ന് ഞാൻ അവനോടൊപ്പം നിന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് തന്നെ പോയി ആത്മഹത്യ ചെയ്യാൻ തോന്നുക. അമ്മാതിരി കാര്യങ്ങളല്ലേ ഞാൻ ചെയ്തു കൂട്ടിയത്. ഇതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയാണ്. പിന്നീട് പറഞ്ഞു, ദേ അവളൊക്കെ കല്യാണി ഭയങ്കര കരച്ചിലാന്ന് തോന്നേ. എനിക്ക് അവളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല. കരഞ്ഞു തളർന്ന് കിടക്കുക. നിങ്ങളൊക്കെ ചെന്ന് അവളെ ഒന്ന് ആശ്വസിപ്പിക്കണം കേട്ടോ. അല്ലെങ്കിൽ പാവം എഴുന്നേക്കാൻ പോലും പറ്റാതെ അവിടെ ആയിപ്പോവും. അവളുടെ മനസ്സിന്റെ വേദന എല്ലാവർക്കും മനസ്സിലാവുമായിരിക്കും. പക്ഷേങ്കിൽ എനിക്കത് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാ. പാവം മോള്, അവൾക്ക് അവളുടെ അമ്മയില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ഓർക്കാൻ പോലും പറ്റില്ല. അച്ഛനില്ലാത്ത സമയത്തും
അവളെ താങ്ങി പിടിച്ച് കൊണ്ടുവരുന്ന അവളുടെ അമ്മയല്ലായിരുന്നോ? ഉം. സംസാരശേഷി ഇല്ലായിരുന്ന സമയത്തും അവൾക്ക് കൂട്ടായി നിന്ന് അവളുടെ അമ്മയായിരുന്നു. അവളുടെ ശബ്ദം ദീപയായിരുന്നു. പക്ഷെ അന്നൊക്കെ ഞാൻ അവളെ തള്ളിക്കളയോ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴാണ് ഞാൻ അതിന്റെ വില മനസ്സിലാക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇതേ സമയം ഭാനുമതി മുത്തശ്ശി കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. മുത്തശ്ശിക്ക് സഹിക്കാൻ പറ്റിയില്ല. കാരണം മുത്തശ്ശിക്കും ഭയങ്കര വിഷമമായിപ്പോയി. എങ്ങനെ ദീപയെ കാണും എന്നൊരു ചിന്തയായിരുന്നു മനസ്സ് നിറയുണ്ടായിരുന്നത്. ദീപയെ കാണാൻ പോലും പറ്റില്ല, ഞാൻ എങ്ങനെ അങ്ങോട്ടേക്ക് പോകും എന്നും പറഞ്ഞ് അലമുറയിട്ട് കരയുവാണ്. പാവം, അവളോ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ വരെ അവളെ എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഞാൻ ആ വീട്ടിൽ കയറി ചെന്ന എനിക്കൊരു ഗ്ലാസ് വെള്ളം അവള് തരുമായിരുന്നു. പക്ഷെ ഇനി അതുണ്ടാവത്തില്ലല്ലോ. എൻ്റെ മോനും അവളും സ്നേഹിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. ഈ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചല്ലോ. ഇതിൽ പല എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതായിരുന്നു നല്ലത്. ഈ വയസ്സും പ്രായം ഇരിക്കുന്ന ഞാൻ ഇനിയിപ്പം ജീവിച്ചാൽ എത്ര കാലം കൂടെ ഭൂമിയും ജീവിക്കും. ഇതിനേക്കാളും ഭേദം അത് തന്നെയായിരുന്നു. ഞാൻ അങ്ങോട്ട് മരിച്ചു പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലമുറയിട്ട് ഭാനുമതി മുത്തശ്ശി കരയണം. മുത്തശ്ശിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞ് എല്ലാവരും ഒന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ വരുമ്പോഴാണ് ഈ വലിയ ദുരന്തം അവർക്ക് മേലെ ശാപമായിട്ട് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. പക്ഷേ എങ്കില് ജയിലിൽ കിടക്കുന്ന വിക്രത്തിന് ഒരു കുലുക്കമില്ല. സ്വന്തം പെറ്റമ്മയാണ് മരിച്ചതെന്നെങ്കിലും അവന് ഭയങ്കര സന്തോഷം. അവര് മരിക്കേണ്ട സ്ത്രീയാ എന്നൊക്കെയാണ് അവൻ പറയണേ. പിന്നീട് രാഹുൽ അവന്റെ അടുത്തേക്ക് വന്നു. രാഹുൽ വന്നിട്ട് ചോദിച്ചു, എടാ നീ എന്താടാ പോവാത്തെ? ഞാൻ എന്തിനാ രാഹുൽ സാറെ പോന്നേ? അതിന്റെ ആവശ്യം എന്താ? ഒരാവശ്യമില്ല. പിന്നെ ആ സ്ത്രീ എന്നെ ഒരിക്കലും ഒരു മകനായിട്ട് കണ്ടിട്ടില്ല. എന്നെ ആട്ടി ഓടുകയോ ചെയ്തേ. പിന്നെ അവര് സ്നേഹിച്ച അവിടെ 2 പെൺമക്കളെ. പിന്നെ അവരെ പോലുള്ള സ്ത്രീ മരിക്കുമ്പോൾ ഞാൻ എന്തിനു പോണം? അല്ലടാ, നിനക്ക് നിന്റെ അമ്മയെ അവസാനമായിട്ടൊന്ന് കാണാൻ, പിന്നെ അവസാനമായിട്ടൊന്ന് കണ്ടുപോലും എനിക്ക് അവരെ കാണണമെന്ന് ഒരു നിർബന്ധമില്ല. അല്ല, എനിക്ക് മനസ്സിലാത്തൊരു കാര്യം, ഇത്രയും കാലം പെൺമക്കളെ വെറുത്തോണ്ട് നിന്ന എന്റെ അച്ഛനാണ് പ്രകാശൻ. അച്ഛൻ എത്ര പെട്ടെന്ന് ഇങ്ങനെ മാറാൻ സാധിച്ചു? അമ്മൂമ്മയോ മാറി, പക്ഷെ അച്ഛനിപ്പോ അച്ഛന്റെ പെൺമക്കളെ സ്നേഹിക്കുന്ന എങ്ങനെയാന്ന് എനിക്കറിയത്തില്ലാത്ത. എനിക്കാണെ അവരെ കണ്ണിനും കണ്ണാടിക്കും കാണത്തില്ല. അത്രയ്ക്ക് ദേഷ്യ. രാഹുൽ പറഞ്ഞു, ഓരോരുത്തർക്കും മാറ്റം സംഭവിക്കാൻ അധിക സമയമൊന്നും വേണ്ടല്ലോ. അത് ശരിയാ. ഇവിടെ ഒരുത്തൻ കിടക്കുന്നുണ്ടല്ലോ, മനോഹർ. അവന് വന്ന മാറ്റം കണ്ടില്ലേ? അവൻ വലിയ പുണ്യാളനായിട്ട് എന്നെ ഉപദേശിക്കുന്നു, പോയി അമ്മയെ കാണണം, അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്നൊക്കെ. അത് പറയാനായിട്ട് അവൻ എന്താ യോഗ്യതയുള്ളേ? രാഹുൽ പറഞ്ഞു, അവൻ അതിനേക്കാളും വലിയ ഫ്രോഡാ. എന്നിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ ഈ മനോഹറിന് സത്യത്തിൽ വിഷമമായിരുന്നു. മനോഹറിന് ഇപ്പൊ തന്റെ തെറ്റും മനസ്സിലാവുന്നുണ്ട്. മനോഹർ അങ്ങനെ ആയത് മനോഹറിന്റെ സാഹചര്യം കൊണ്ടാണ് അവൻ അങ്ങനെ ഒരു തെറ്റിലേക്ക് വഴുതി വീണത്. മനോഹറിന് ഇപ്പൊ അറിയാം, ജയിലിൽ കുറച്ച് ദിവസം കണ്ടപ്പോൾ തന്റെ കുഞ്ഞിനെ എത്രമാത്രം അവൻ മിസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, കിരണിന്റെയും കല്യാണിന്റെയും കാര്യങ്ങളൊക്കെ അവരൊക്കെ എത്ര പാവമായിരുന്നു. തന്നെയൊക്കെ എത്രമാത്രം ഉപദേശിച്ച് നേരെയാക്കാൻ ശ്രമിച്ചു. പക്ഷെ താനാണ് അവർക്ക് പിടികൊടുക്കാതെ വീണ്ടും വീണ്ടും ദ്രോഹം ചെയ്തുകൊണ്ട് നടന്നേ. അതുകൊണ്ട് എന്ത് കുറ്റവും അല്ല, എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ടാണ് മനോഹർ ഇപ്പൊ ഇരിക്കുന്നത്. മനോഹറിനറിയാം തനിക്ക് ഇനിയിപ്പം അധികകാലം ജീവിതത്തിൽ അധികകാലം മുന്നോട്ട് പോകാണ്ട് സാധിക്കില്ല. ഒന്നെങ്കിൽ രാഹുൽ തന്നെ തീർക്കും, അല്ലെങ്കിൽ പുറത്തിറങ്ങി കഴിയുമ്പം സരിവ് തീർക്കും എന്നുള്ള കാര്യം ഉറപ്പാം. പക്ഷെ മനോഹറിനിപ്പം മനോഹറിന്റെ മോളെക്കുറിച്ച് ഓർത്ത് മാത്രമേ ടെൻഷനുള്ളൂ. അവളെ തനിക്ക് കാണാൻ കഴിയില്ലെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിൽ ഈ വിക്രത്തിന്റെ കാര്യം നോക്കുമ്പോൾ ദേഷ്യമാണ് വരുന്നത്. കാരണം വിക്രത്തിന് അവന്റെ അമ്മയൊന്ന് പോയി കാണാം, അവസാനമായിട്ട് ഒരു നോക്ക് കാണാം. വിക്രത്തോടും രാഹുലിനോടും ഒക്കെ ഇപ്പം മനോഹറിന് ദേഷ്യമാണ് ഉണ്ടാകുന്നത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലോ. മനോഹർ നല്ലവനായെന്ന് പറഞ്ഞാലും ആരും അവനെ അത്ര പെട്ടെന്നൊന്നും അംഗീകരിക്കാൻ കൂട്ടാക്കില്ല. ആ സമയം കല്യാണി കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. കല്യാണിന്റെ അടുത്തേക്ക് കിരൺ വന്നു. കിരൺ വന്നിട്ട് പറഞ്ഞു, മതി കല്യാണി, ഇനി നീ കരച്ചു നിർത്ത്. നമ്മൾ സത്യത്തെ ഉൾക്കൊള്ളേ മതിയാവുള്ളൂ. നമ്മൾ ജനിച്ചാലും ഒരിക്കലും മരിക്കേണ്ടല്ലേ. പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എന്നാലും കിരണേട്ടാ, കിരൺ മാക്സിമം കല്യാണിന്റെ മുന്നിൽ അഭിനയിക്കുകയാണ് തനിക്ക് സങ്കടം അധികം ഇല്ലെന്ന്. കാരണം താനും കൂടെ ഇങ്ങനെ സങ്കടപ്പെട്ട് കരയുന്നുണ്ട കല്യാണിക്ക് അത് സഹിക്കാൻ പറ്റില്ല. കല്യാണിക്ക് തീരാ വേദനയായിരിക്കും. ഒടുവിൽ കിരൺ പറഞ്ഞു, നീ വിഷമിക്കില്ലേ. നീ ഇങ്ങനെ കരഞ്ഞു തളർന്നിട്ടുണ്ടെങ്കിൽ ബാക്കി ആർക്ക്? അച്ഛന്റെ കാര്യം ഒന്ന് ഓർത്തു വയ്ക്കേ. അച്ഛനിക്ക് ആരാ ആശ്വാസം പോയിരുന്നേ? നീ കരഞ്ഞു തളർന്ന അച്ഛനും തകർന്നു പോകും. അച്ഛന്റെ കാര്യം അറിയാലോ, കിഡ്നി ഫെയിലിയർ ആയിട്ടിരിക്കുന്ന, അതുപോലെ തന്നെ കരൾ സംബന്ധമായ വേറെ അസുഖങ്ങളും ഉണ്ട്. അച്ഛന് താങ്ങും തള്ളലുമായിട്ട് നീ വേണ്ടേ കാര്യങ്ങളൊക്കെ. അങ്ങനെയൊക്കെ പറഞ്ഞ് കല്യാണിയെ സമാധാനിപ്പിക്കണം. അപ്പോഴേക്കും കാർത്തിക ലക്ഷ്മിയമ്മ വന്നു. ലക്ഷ്മിയമ്മ വന്ന് കിരണിനോട് പറഞ്ഞു, ഞാൻ കാരണമല്ലേടെ മോനെ ഇതൊക്കെ സംഭവിച്ചേ. ഒരുപക്ഷെ ഞാനാണിപ്പം മരിച്ചു കിടക്കണ്ടേ. എനിക്ക് പകരം പാവം ദീപ ഒരു തെറ്റും ചെയ്യാതെ അവളും കൂടി പോയല്ലോ. ശരിക്കും ഇപ്പം എനിക്ക് തോന്നുക ഞാനാ പാപിന്ന്. അവളെ കൊന്ന ഞാനാന്ന് എനിക്ക് തോന്നുക. കിരൺ പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. അമ്മ കാരണമൊന്നും അല്ല, സംഭവിക്കാനുള്ള സംഭവിച്ചു. വിധി ചിലപ്പോൾ അങ്ങനെയായിരിക്കും. പക്ഷെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറഞ്ഞു, ഞാൻ മോനോട് പറഞ്ഞല്ലായിരുന്നോ
ഗംഗാപ്രസാദിനെ വെറുതെ വിടല്ല, അവൻ പുറത്തിറങ്ങിയ അപകടകാരിയാന്ന്. അത് പക്ഷേ ഞാൻ മനസ്സിലാക്കാതെ പോയമ്മേ, എൻ്റെ കയ്യിലാ തെറ്റ്. ഞാൻ ഇവിടെ കാവലായിട്ട് ഉണ്ടാവേണ്ടതായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കില്ലായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇനി ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. അവൻ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും അവനെ ഞാൻ പൊക്കിയിരിക്കും എന്ന് പറഞ്ഞിട്ട് പ്രതിജ്ഞയൊക്കെ ചെയ്യുവാണ് കിരൺ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന